ബി.ജെ.പിയുടെ കാര്യം പറഞ്ഞല്ലോ. ബി.ജെ.പി കോൺഗ്രസ് നേതാക്കളെ പർച്ചേസ് ചെയ്യാൻ പോകുന്നു, അപ്പോൾ നമ്മളത് കൗണ്ടർ ചെയ്യുന്നു. നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഇല്ലേ? കാരണം കേരളത്തിലല്ലാതെ എല്ലായിടത്തും സീനിയർ ലീഡേഴ്സ്, ഇപ്പോൾ ലാസ്റ്റിലെ അമരീന്ദർ സിംഗ് വരെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പാർട്ടിയുടെ ഒരു മോശം സമയം വരുമ്പോൾ സ്വാഭാവികമായും ഭാഗ്യം തേടി പോകുന്ന കുറേ ആളുകൾ പാർട്ടിനകത്തുണ്ടാവും. ഈ കയ്യിൽ അധികാരമുള്ളപ്പോൾ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേക്കേറാൻ സാധിക്കുന്നത് പോലെ സ്ഥാനമാനങ്ങളില്ലാത്ത ഒരാൾക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ പ്രയാസമുണ്ട്. അപ്പോൾ അധികാരം കയ്യിലുള്ളപ്പം തന്നെ ചാടി ഓടി അപ്പുറത്തേനകത്ത് പാഞ്ഞ് പിടിക്കുക എന്നുള്ളത് സ്വാർത്ഥതയാണത്. അതൊക്കെ ഇന്ത്യൻ പോളിറ്റിക്സിൻ്റെ ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു അപകടകരമായ ഒരു കാഴ്ചപ്പാടാണത്. അങ്ങനെ ഒരു വീക്ഷണമാണ് ഇന്ത്യൻ ഡെമോക്രസി ഇങ്ങനെ ആയത്. ഈ പറയുന്ന ഏകാധിപത്യ പാർട്ടിയുടെ ഒരു ഭരണം ഈ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നത് ഈ ആളുകളുടെയൊക്കെ ഈ തെറ്റായ വികലമായ കാഴ്ചപ്പാടും വീക്ഷണവും കൊണ്ട് തന്നെയാണ്. കേരള കോൺഗ്രസിലാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ആരും ഇല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേര് പറ. എന്ത് പറഞ്ഞിട്ടുണ്ട്? ബി.ജെ.പി താങ്കളെ അപ്രോച്ച് ചെയ്ത സമയമാണ് 2018-19 എൻ്റെ ഒരു ഓർമ്മ. അന്ന് ചോദിച്ചപ്പോൾ ബി.ജെ.പി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നും പോവില്ല എന്ന് ഞാൻ പറയില്ല എന്നും പബ്ലിക്കായിട്ട്, എന്നോട് മാത്രമല്ല പബ്ലിക്കായിട്ടും സാറ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പത്രക്കാർ എന്നോട് ബി.ജെ.പിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ബി.ജെ.പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകുന്നതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനൊക്കെ തോന്നിയിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ പോയിട്ടില്ലല്ലോ. പിന്നെന്താ? എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും. ഇങ്ങോട്ട് അപ്പോൾ തോന്നില്ല, അങ്ങനെ തോന്നാത്തത് കൊണ്ട് തോന്നുന്നില്ലല്ലോ, ചിന്തിക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ പോകാൻ ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ആലോചിക്കാത്തൊരു കാര്യം പത്രക്കാർ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചൂടായിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. പോകണം നിനക്കുണ്ടെങ്കിൽ എനിക്ക് പോകാൻ അറിയാം, ഞാൻ പോകും എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പോകാനല്ല പറഞ്ഞത്. പോകാനാണെങ്കിൽ ഞാൻ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, അങ്ങനെയാണോ പറയേണ്ടത്? നമ്മളൊരു എന്താണെന്ന് പറയുക, ഒരു നാടൻ ഭാഷയിൽ സംസാരമില്ലേ, ആ സംസാര ശൈലിയിൽ നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും കുറച്ച്. തിരുവിതാംകൂർ ഇല്ല, ഞാൻ അതിനകത്തൊരു ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, പോകുമെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും. അത് ആരും പോകില്ലേ? അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും പോകില്ലേ? തോന്നിയാൽ എനിക്ക് പോകുന്നതിന് എന്താ കുഴപ്പം? ഇല്ല, ആരും അംബിഗസ്. എൻ്റെ ഒരു സിൻസിയറിറ്റിയിൽ ഈ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു പ്രവർത്തകനും എൻ്റെ പറ്റി സംശയമില്ല. എന്തുകൊണ്ടാണ്? എന്നെ അറിയുന്ന ഒരാൾ ചോദിക്കൂല ഈ ചോദ്യം. അതാണ് എൻ്റെ ഈ പക്ഷം. നിങ്ങൾ ചോദിച്ചു തന്നെ തെറ്റാന്നുള്ളതാണ് എൻ്റെ പക്ഷം. എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദം എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പിഴവൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? ബി.ജെ.പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരെ ഞാൻ കണ്ണും പൊട്ടി ഫൈറ്റ് ചെയ്യുമ്പം ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്താ ഉത്തരം പറയണ്ടേ? ഞാനത് നിങ്ങളുടെയൊക്കെ തട്ടിന് തടുക പറയാമെന്ന് പറയില്ലേ, നമ്മുടെ മലബാർ ഭാഷയിൽ തട്ടിന് തടു പറയുക. നിങ്ങൾ പറഞ്ഞതിന് അതേ മുട്ടൻ ഭാഷയിൽ തന്നെ അങ്ങോട്ടും പറയുക. അതാ ഞാൻ കൊടുത്തത്. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോവും എന്ന്. അല്ല, എനിക്ക് തോന്നുന്ന പ്രശ്നമൊന്നുമില്ല. എൻ്റെ ജീവിതം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ്. ഞാൻ ഒരിക്കലും ബി.ജെ.പിയിലെ പോലത്തെ ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ അകത്തേക്ക് പോകുന്ന വിഷയമില്ല. ഇനി അവർ വർഗീയം ഉപേക്ഷിച്ചാലും ഞാൻ കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഞാൻ ഇല്ല. ഇപ്പോൾ ഇല്ല. തോന്നിയാൽ പോകുമെന്ന് പറയുന്ന ഒരു പ്രശ്നം അതൊരു ഇംപ്രഷൻ കൊടുക്കും. ബി.ജെ.പി.ആയിട്ടൊരു തൊട്ടുകൂടായ്മ ഇല്ല. അങ്ങനെയൊന്നും അതിൽ പറയുന്നതിൻ്റെ അർത്ഥമില്ല. നിങ്ങൾ ചോദിക്കുന്നതാണ് തെറ്റ്. അങ്ങനെ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നൊരു നേരിയ റൂമർ പോലും ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ നേരിട്ട് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ അവിവേകമല്ലേ? അങ്ങനെ ചോദിക്കാവോ? അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു അവിവേകം പറഞ്ഞു, അത്ര തന്നെ. അതിന് മറുപടി കൊടുത്തൊരു അവിവേകത്തിൻ്റെ മറുപടി ഞാനും കൊടുത്തു. അത്രയേ ഉള്ളൂ. അതിനകത്ത് പറയൊന്നുമില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാൻ? അതായത് നിങ്ങളാ പറയേണ്ട മറുപടി. നിങ്ങളല്ലേ എന്നോട് ചോദിച്ചത്. അപ്പൊ ചോദിച്ചത് നിങ്ങൾ പറ. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോട് ചോദിക്കാത്തത്? എന്തുകൊണ്ട് എന്നോട് മാത്രം ചോദിച്ചു? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് പ്രതികരണം അങ്ങനെ തന്നത്. ഞങ്ങൾക്ക് തോന്നിയാൽ ഞാൻ പോകുന്നു. ഒരിക്കലുമില്ല. ഞാൻ ഇന്ന് വരെ കെ മുരളീധരനെ ഡൽഹിയിൽ നിന്നും, അല്ല നമ്മളെ മുരളീധരനല്ലേ, മന്ത്രിയല്ലേ,
ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിലെ കെ മുരളീധരൻ, കെ മുരളീധരൻ, അയാൾ എന്തിനാ കാണാൻ പോകുന്നത്? നിങ്ങളെ രണ്ടുപേരെയാണ് ബിജെപി അപ്രോച്ച് ചെയ്തിരുന്നത്. ഒരിക്കലുമില്ല. നിങ്ങൾ മുരളീനെ വിളിച്ച് ചോദിച്ചോളൂ. എൻ്റെ അടുക്ക ഒരു BJPയുടെ നേതാക്കന്മാരും എൻ്റെ കാണാൻ വന്നിട്ടില്ല. എൻ്റെ അടുക്ക വേറെ എന്താണ് ഏജൻറ്റുമാർ മുഖാന്തരം 2-3 ആളുകൾ വന്നിങ്ങനെ വെറുതെ എന്തൊക്കെയാണ് ചൊറിഞ്ഞ് വർത്താനം പറഞ്ഞു എന്നതിൽ കവിഞ്ഞിട്ട് ഒരാളും എൻ്റെ അടുക്ക ഔദ്യോഗികമായി വന്നിട്ടില്ല. ഞാൻ ഔദ്യോഗികമായി ഒരാളോടും ഞാനതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ BJPയിലേക്ക് പോവുക എന്നത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. കോൺഗ്രസ് ഉള്ളയിടത്തോളം കോൺഗ്രസ്സിൽ ഈ ജീവിതം അവസാനിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്തൊരു പ്രവർത്തകനാണ് ഞാൻ. കോൺഗ്രസ്സിന് ഡെഡിക്കേറ്റഡാണ് ഞാൻ. കോൺഗ്രസ്സിന് സമർപ്പണമാണ് എൻ്റെ ജീവിതം. ഇതിന് തുടർന്നൊരു ചോദ്യം സാർ, ഈ കോൺഗ്രസിൽ നിന്നാണ് BJPക്ക് ഏറ്റവും ഈസി ക്യാച്ച്, എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു ഐഡിയോളജിയുടെ ഒരു കെട്ടുറപ്പില്ലാത്തത് കൊണ്ടാണ്? ഐഡിയോളജിയുടെ കെട്ടുറപ്പില്ലായ്മയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അധികാരമില്ലാതെ നിൽക്കാൻ സാധിക്കാത്ത വലിയ ശതമാനം ആളുകളുണ്ട്. അപ്പോൾ കോൺഗ്രസിലുണ്ട്. ഇത് കാലാകാലമായി കോൺഗ്രസിൻ്റെ അധികാരം പങ്കുവെച്ചവരാണ് ഇവരൊക്കെ. അപ്പോൾ അധികാരം കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു വിലയില്ലായ്മയും നിലയില്ലായ്മയും അവരെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പം അവർ വിളി വരുന്നു, സാധനം തരാം, പൈസ MP തരാം, മന്ത്രിസ്ഥാനം തരാം എന്ന് പറയുമ്പോൾ പോവും. അങ്ങനെ കുറേ ആൾ പോകുന്നത് അതുകൊണ്ടാണ്. അതൊന്ന് നിങ്ങൾ പറഞ്ഞത് തന്നെ കോൺഗ്രസ് ഐഡിയോളജിക്കലി അതിൻ്റെ അകത്തൊരു ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്പർ 2 എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമാണ്. പല ആളുകളും പോകുന്നത് പൈസക്ക് വേണ്ടി പോവുകയാണ്, കറൻസിക്ക് വേണ്ടി പോവുകയാണ്. ഈ പോയ ആളുകൾക്കെല്ലാം കറൻസികൾ വണ്ടിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെയും ഈ പണമൊക്കെ എവിടെ നിന്നാണ് ഇവർ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചവനറിയാം. പക്ഷേ എത്രയാണ് കോടി ചെലവഴിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. എത്ര വേണമെങ്കിലും പൈസ ചെലവഴിക്കാൻ അവർ തയ്യാറാണ്. ഞങ്ങളെ അവിടെയെല്ലാം പ്രാദേശിക തലത്തിലെ ആളുകൾക്ക് പോലും പൈസ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രാദേശിക തല നേതാക്കന്മാരില്ല, അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട് BJPക്കാർ. കണ്ണൂർ CPMനെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ആവശ്യമാണ് ആളുകളെ. അതുകൊണ്ട് കാശ് കൊടുക്കാൻ തയ്യാറാണ് പാർട്ടിക്കാർക്ക്. എത്രയോ നമ്മുടെ ചെറുപ്പക്കാരെ പോയി കണ്ടിട്ടുണ്ട്. സ്മാർട്ടായി CPMനെ എതിർക്കുന്ന കുറേ ചെറുപ്പക്കാർക്കെല്ലാം അവർ പോയി വില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മളോടുള്ളൊരു സിൻസിയറിറ്റിയും ലോയൽറ്റിയും കൊണ്ട് അവരൊന്നും പോയിട്ടില്ല. നമ്മളെ ഇന്ന് BJPയിലേക്ക് കണ്ണൂരിൽ നിന്ന് ഒരൊറ്റ പയ്യൻ പോലും പോയിട്ടില്ല. അധികാരം മാത്രമല്ല, ഈ ചില പൊസിഷൻസും ഒക്കെ ഇല്ല. അധികാര സ്ഥാനങ്ങൾ അതെ. BJPക്കാരെ പല നേതാക്കൾ അദ്ദേഹത്തെ എപ്പോൾ വേണം ഇങ്ങോട്ട് വരാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ ചെന്നിത്തല ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ആലോചിച്ചിട്ടില്ലല്ലോ. എൻ്റെ അറിവ് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു പാർട്ടി വിടുന്നതിനെക്കുറിച്ചോ BJPയിലേക്ക് പോകുന്നതിനെക്കുറിച്ചോ ഒരു നിമിഷം പോലും ആലോചിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഞങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ രണ്ടിടത്തും കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമില്ലാതിരിക്കുകയാണ് കോൺഗ്രസിന്. ഇപ്പോൾ അതിപ്പോൾ 2016 മുതൽ എങ്ങനെയാണ് ഈ രീതിയിൽ കോൺഗ്രസിന് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കോൺഗ്രസിന്റെ ഒരു സർവൈവൽ തന്നെ വലിയ അപകടത്തിലല്ല. അല്ല, സർവൈവൽ അതിനാണല്ലോ ഇപ്പം നമ്മൾ ഈ ഭാരത് ജോഡൊക്കെ നടക്കുന്നത്. പിന്നെ എന്തിനാണ് അതിൻ്റെ അകത്ത് ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കളമൊരുക്കലല്ലേ? അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇന്ത്യ രാജ്യത്ത് മതേതരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേറെ ഏതാണ് ഓൾട്ടർനേറ്റീവ്? നമുക്കൊരു ഐഡിയോളജിക്കൽ ഡിസ്കഷൻ ആവാം. ആരാണ് ഏത് ഓൾട്ടർനേറ്റീവ്? അതെല്ലാം റീജിയണൽ പാർട്ടീസ് അല്ലേ? ദേശീയ ലെവലിൽ ആരും എന്നാ ചോദിക്കുന്നത് ഞാൻ. ദേശീയ ലെവലിൽ എവിടെയാണ് TMC ഒക്കെ ഉള്ളത്? എത്ര സംസ്ഥാനത്താണ് ഉള്ളത്? TMC എത്ര തൃണമൂൽ കോൺഗ്രസ് എത്ര 2-3 സംസ്ഥാനത്തുണ്ട് ഇല്ലേ? കേരളത്തിൽ വരാൻ വേണ്ടി കുറേ പണിയെടുത്ത് വന്നിട്ടൊന്നുമില്ല, വരാൻ പറ്റിയിട്ടുമില്ല. 10-15 ആളുകൾ ഇവിടെയുണ്ട്, അതൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനെ പോലത്തെ ഒരു ബദൽ പാർട്ടി വേറെ ആരുണ്ട്? എല്ലാം ഇപ്പോഴും നമുക്ക് ആളുകളില്ലാത്തൊരു സംസ്ഥാനമുണ്ടോ? ഇല്ലല്ലോ. കുറേ ആളുകളൊക്കെ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പോയെടുത്തൊക്കെ നമ്മുടെ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ആ പാർട്ടി റിവൈവ് ചെയ്യാൻ വലിയ കാര്യവും വലിയ വെളുപ്പൊന്നും വേണ്ട. കോൺഗ്രസ് തിരിച്ചു വരുമെന്നൊരു ട്രെൻഡ് വന്നാൽ തന്നെ ഒഴുക്കുണ്ടാവും കോൺഗ്രസിനകത്തേക്ക്. കാരണം ഈ അങ്ങോട്ട് ഒഴുകിയവൻ അതുപോലെ ഇങ്ങോട്ട് ഒഴുകാനും വലിയ താമസമൊന്നും വേണ്ട, ഒഴുകി വരും. ശാശ്വതമായ ഒരു അഭിപ്രായ സ്ഥിരതയുള്ളവനല്ല ഈ പോകുകയും വരികയും ചെയ്യുന്നവൻ. അതുകൊണ്ട് പോയവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, വരാം. അങ്ങനെ ഓനൊരു അനുകൂല കാലാവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ബന്ധപ്പെടും, ഓനെ വിളിച്ച് നമ്മൾ കൊണ്ടുവരും. വിമർശകരൊക്കെ പറയുന്നത് നാഷണൽ ലെവലിൽ ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല എന്നാണ്. കാരണം കോൺഗ്രസിലെ ഭരണം തന്നെ ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിലേ ആകുള്ളൂ. മറ്റു പലയിടത്തും യൂണിറ്റ് ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ യൂണിറ്റ് ഉണ്ട്, നമുക്ക് വോട്ടുണ്ട്. എല്ലാവരുടെയും വോട്ടില്ലേ? നമുക്ക് 33, 44, 40% വോട്ടില്ലേ ഓരോ സ്റ്റേറ്റിലും? അത്രയും വോട്ട് നമുക്കില്ലേ? അത്രയും വോട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ എന്തെല്ലാം കളിക്കുന്നുണ്ട് ഇവിടെ. എവിടെയാണ് അവർക്കുള്ളത്? എത്ര ശതമാനം വോട്ട് അവർക്ക്? എന്നിട്ട് അവരുടെ എന്തെല്ലാം കളി കളിക്കുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള സ്ഥലത്ത് സ്ട്രോങ് അല്ലേ? അവർക്ക് ഇപ്പോഴും ഭരണമുണ്ട് കേരളത്തിലെ, തുടർ ഭരണം കിട്ടി. ഭരണത്തിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്.
നമ്മുടെ ലീഗിൽ നിന്നൊരു വിഭാഗം LDF-ലേക്ക് പോകാൻ താല്പര്യം ഉള്ളവരാണ് സാറിന് അറിയായിരുന്നത്. അപ്പോൾ അതിൽ KM ഷാജി നമ്മുടെ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു, ലീഗ് LDF-ലേക്ക് പോകാതിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ലീഗ് പോയാൽ പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് BJP ആയിരിക്കും വരിക. അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ലീഗ് പോയാൽ പിന്നെ UDF ഇല്ലെന്നും കോൺഗ്രസിന് നിലനിൽപ്പില്ലെന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. അത്രയ്ക്ക് ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഒരിക്കലുമല്ല. ലീഗ് നമ്മളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഘടകകക്ഷി എന്ന നിലക്ക് പിന്നെ കരുത്തുള്ളൊരു പാർട്ടി തന്നെ, തർക്കമൊന്നുമില്ല. അത് പക്ഷേ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്ന വികാരത്തോട് യോജിക്കാനും നമുക്ക് സാധിക്കില്ല. അതങ്ങനെ ഒരു സംഭവം വരട്ടെ, അപ്പോൾ തിരിയും എന്താണ് എന്നുള്ളത്. ഒരു പോളറൈസേഷൻ വരുമ്പോൾ ആ പോളറൈസേഷൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ ഒരു ആന്തരിക റിസൾട്ട് വരാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും. എപ്പോഴും പ്രതീക്ഷിക്കുന്നിടത്തല്ല വരിക, പ്രതീക്ഷിക്കാത്തയിടത്ത് പോകും. അപ്പോൾ ലീഗ് അങ്ങ് നമ്മളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പകരം വരാൻ വേറെ ആളുണ്ടാവും. അതും നിങ്ങൾ കാണണം. ലീഗ് അങ്ങ് പോകുന്നു എങ്കിൽ ലീഗിന് പകരം കോൺഗ്രസിനകത്തേക്ക് വരാൻ വേറെ ആളുകളുണ്ടാവും. അതെല്ലാവരും ഉണ്ടാവും. എല്ലാ വിനത്ത് പാർട്ടിൻ്റെ അകത്ത് ഇപ്പം CPI അസംതൃപ്തരല്ലേ, ജോസ് കെ മാണി അസംതൃപ്തനല്ലേ ഇതിൻ്റെ അകത്ത്. ജോസ് കെ മാണി കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളോട് സംസാരിച്ചു പറയുന്നത് ഒരു കാരണവശാലും അല്ല, അത് മാണി സാർ പോകുന്ന വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, നമ്മൾ പോകുന്നില്ല എന്ന്, കോൺഗ്രസ് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അവസാന നിമിഷം വരും പോയപ്പോഴേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ പോയി എന്ന്. നമ്മളെ ഭാഗത്ത് പാളിച്ചുണ്ട്, ഐ അഡ്മിറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞതാണ്, ഞാനത് കമ്മിറ്റി മീറ്റിംഗ് പറഞ്ഞതാണ്. ഞാൻ വ്യക്തിപരമായി ഈ പറഞ്ഞ അതിന് കാരണക്കാരനായ ആളോട് ഞാൻ പറഞ്ഞു. അത് പറയില്ല, അതൊന്നും പറയില്ല. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ തീരുമാനങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അവർക്കെതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ലാത്തതായിരുന്നു.